ചൂടൊക്കെ നവംബറിൽ മാനേജബിൾ ആണെങ്കിലും നമ്മൾ 3 കാര്യം കൃത്യമായിട്ട് കൊണ്ടുവന്നിരിക്കണം. പിന്നെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ആൾക്കാരുടെ മുഖത്തേക്ക് ഡയറക്റ്റ് ഫേസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ആൾക്കാർക്ക് അത് ഇഷ്ടാവില്ല. ഈ പുറകിൽ കാണുന്ന സാധനമാണ് മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ. അതായത് നമ്മുടെ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഞാനിവിടെ ബസ്സിൽ വരുന്ന വഴിക്ക് തൊട്ടടുത്തിരുന്ന ആളോട് സ്റ്റോപ്പ് എത്താറായി എന്ന് ചോദിച്ചു. അപ്പോൾ അതൊരു മലയാളിയായിരുന്നു. ഇന്നത്തെ ഞങ്ങളുടെ 4ാമത്തെ ദിവസമാണ് ദുബായിൽ. 4ാമത്തെയും ലാസ്റ്റ് ദിവസം. ഇന്ന് പ്രധാനമായിട്ട് 2 സ്ഥലങ്ങൾ മാത്രമേ പോകാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒന്ന് മിറക്കിൾ ഗാർഡൻ, അത് കഴിഞ്ഞ് മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ. ഇത് രണ്ടും കഴിഞ്ഞാൽ പിന്നെ ദുബായി ഒന്ന് ചെറുതായിട്ടൊന്ന് കറങ്ങും. പിന്നെ വൈകുന്നേരം നാട്ടിലേക്ക് തിരിച്ചു പോകും. മിറക്കിൾ ഗാർഡൻ പോകുമ്പോൾ ഉള്ളൊരു കുഴപ്പമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഒരു മെട്രോ ലൈൻ ഇല്ല മിറക്കിൾ ഗാർഡൻ്റെ അവിടേക്ക്. നമ്മൾ മാൾ ഓഫ് എമിറേറ്റ്സിലേക്ക് മെട്രോ എടുക്കണം. മാൾ ഓഫ് എമിറേറ്റ്സ് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു അരമണിക്കൂർ ബസ് ഉണ്ട് നമ്മൾ മിറക്കിൾ ഗാർഡനിലേക്ക് എത്താൻ. അപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞങ്ങൾ ദുബായിൽ താമസിച്ചത് മറീന ഭാഗത്തായിരുന്നു. ഏരിയ മുഴുവൻ കവർ ചെയ്യാൻ നമുക്ക് ഏറ്റവും എളുപ്പം ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ട്രാമാണ്. ദുബായ് സിറ്റിയുടെ ഏത് ഭാഗത്ത് പോയാലും നമുക്ക് നല്ല ഗ്രീനറി കാണാം. ഇതിൻ്റെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് ഈ വാട്ടർ ഇറിഗേഷൻ സിസ്റ്റമാണ്. ഇതുവഴി ഇങ്ങനെ ട്യൂബ് എല്ലായിടത്തേക്കും കൊടുത്തേക്കാണ് ചെടികൾ തഴച്ചു വളരാൻ വേണ്ടി. ദുബായിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം അടിപൊളിയാണ്. നമുക്ക് മെയിനായിട്ട് മെട്രോ യൂസ് ചെയ്ത് ഒട്ടുമിക്ക അട്രാക്ഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റും. മിറക്കിൾ ഗാർഡൻ, ഗ്ലോബൽ വില്ലേജ്, ഇങ്ങനത്തെ 2-3 അട്രാക്ഷൻസ് നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിൽ എത്തിച്ചേരാൻ പറ്റില്ല. അപ്പം നമ്മൾ അതിന് ടാക്സി വിളിക്കേണ്ടി വരും. ഞാൻ താമസിക്കുന്ന ഹോട്ടലിൻ്റെ തൊട്ടടുത്താണ് ഈ ട്രാം സ്റ്റേഷൻ. ഈ ട്രാം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് DMCC അല്ലെങ്കിൽ ശോഭ റിയാലിറ്റി എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷനിലേക്ക് എത്തിവിടാം. ഞാൻ പോകുന്ന മെട്രോ സ്റ്റേഷൻ്റെ പേര് ശോഭ റിയാലിറ്റി എന്നാണ്. ഇത് ഇവിടുത്തെ ഒരു വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. ഇതിൻ്റെ ശരിക്കും ഓണർ ആരെന്ന് പറഞ്ഞാൽ പാലക്കാടുകാരനായ മിസ്റ്റർ മേനോ എന്ന് പറഞ്ഞ ഒരാളാണ്. ഇവിടെ അവർക്ക് പല കൺസ്ട്രക്ഷൻ കമ്പനികളുണ്ട്. ഒമാനിലുണ്ട്, കുവൈറ്റിലുണ്ട്, ബഹ്റൈനിലുണ്ട്. ഇവർ ഭയങ്കര വലിയ ടീമുകളാണ്. ഇവിടെ നമ്മൾ ഇതിൽ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ശോഭ റിയാലിറ്റിയുടെ ഒരുപാട് ബിൽഡിങ്ങുകളും അവരുടെ പരസ്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം, നാട്ടിലിപ്പോൾ ഒരുപാട് ശോഭ റിയാലിറ്റിയുടെ ഫ്ലാറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. ഇവരുടെ ബിസിനസ് ശോഭ ലിമിറ്റഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവർക്ക് കൊച്ചിയിലുണ്ട്, തൃശ്ശൂരൊക്കെ ഉള്ളത് ഇവരൊരു വലിയ ഏരിയയിൽ ഇവരുടെ പ്രോപ്പർട്ടി മൊത്തം കവർ ചെയ്യാണ്. മെട്രോയിലും ട്രാമിലും ഒക്കെ പേ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് നോൾ കാർഡാണ്. അത് എങ്ങനെയാണ് ഉപയോഗിക്കണമെന്ന് ഞാൻ ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്യുക. നമുക്ക് ഇവിടെ നിന്ന് എടുക്കുന്നത് F36 എന്ന് പറഞ്ഞ ബസ്സാണ്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് മാൾ ഓഫ് എമിറേറ്റ്സ് മെട്രോ സ്റ്റേഷനിലാണ്. ഇവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ബസ് സ്റ്റേഷനായി. ഞങ്ങൾ പോയത് നവംബർ മാസത്തിലാണ്. ഇപ്പോൾ അതിരാവിലെയാണ്, ഏകദേശം 8 മണിയാണ്. അപ്പോൾ ചെറിയ കൂളിംഗ് ഒക്കെ ഉണ്ട്. പക്ഷേ കുറച്ച് നേരം കൂടി കഴിയുമ്പോൾ കുറച്ചുകൂടി ചൂടൊക്കെ ആവും. എന്നാലും പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ബെയറബിളാണ്. അങ്ങനെ ആ കാണുന്നതാണ് ബസ് സ്റ്റേഷൻ. അവിടെ നിന്നാണ് നമുക്ക് ബസ് എടുക്കേണ്ടത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 45ഓളം മിനിറ്റ് ഉണ്ട് ഈ പറയുന്ന മിറാക്കിൾ ഗാർഡനിലേക്ക്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടായ അനുരാജാരനും കൂടിയാണ് ദുബായ് കാണാനിറങ്ങിയത്. ഞങ്ങൾ ഇന്ത്യയിലേക്ക് പോകുന്ന വഴി ഒരു 4 ദിവസം ദുബായിൽ ഞങ്ങൾ സ്റ്റോപ്പ് ഓവർ എടുക്കുകയായിരുന്നു. ഈ പറഞ്ഞു കഴിഞ്ഞാൽ ദുബായ് വളരെ എക്സ്പെൻസീവായ സിറ്റിയാണ്. അപ്പോൾ നമുക്ക് ട്രാവലിലുള്ള പൈസ സേവ് ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് മാർഗ്ഗം എന്ന് പറയുന്നത്, ഇപ്പോൾ വിദേശത്തുള്ള ഒരാളാണെങ്കിൽ ദുബായ് വഴി നാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു 4 ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചയോ സ്റ്റോപ്പ് ഓവർ എടുക്കുക. അങ്ങനെ ഫ്ലൈറ്റ് ചാർജ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ നോൾ കാർഡ് നമുക്ക് ബസ്സിലും ഉപയോഗിക്കാൻ പറ്റും. ഞാൻ ഒരു 100 ദിർഹമാണ് ഇതിൽ ടോപ്പപ്പ് ചെയ്തത്. എന്നാൽ 4 ദിവസം കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് ഏകദേശം ഒരു 20 ദിർഹം മാത്രമേ ചിലവായിട്ടുള്ളൂ. നമുക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് ഏതാണെന്ന് കറക്റ്റായിട്ട് ആ സ്ക്രീനിൽ എഴുതി കാണിക്കും. അവിടെ എത്തുമ്പോൾ ബെല്ലടിക്കുക, ഇറങ്ങുക. ഞാനിവിടെ ബസ്സിൽ വരുന്ന വഴിക്ക് തൊട്ടടുത്തിരുന്ന ആളോട് സ്റ്റോപ്പ് എത്താറായി എന്ന് ചോദിച്ചു. അപ്പോൾ അതൊരു മലയാളിയായിരുന്നു. നമ്മൾ എവിടെ തിരിഞ്ഞു നോക്കിയാലും മലയാളികളാണ്. ഞാനിവിടെ എത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്ന് വിശന്നു വന്നു. ഒരു ബിസ്ക്കറ്റ് എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കാം എന്ന് വിചാരിച്ചൊരു മലയാളി ഒരു കടയിൽ കയറി. ആ കടയിൽ ഇരിക്കുന്നതും മലയാളിയാണ്. അപ്പോൾ എല്ലായിടത്തും മലയാളികളുണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്റ്റോപ്പിൽ വന്ന് ഇറങ്ങി. ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് ദൂരം നടക്കാനുള്ളൂ. അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ബസ്സിൽ വെച്ച് കണ്ട മലയാളിയുടെ പേര് ആദിൽ എന്നാണ്. അതിൽ മലപ്പുറംകാരനാണ്. ഇവിടെ ഒരു ഏകദേശം ഒരു 8 മാസമായിട്ടുള്ളൂ വന്നിട്ട്. അപ്പോൾ അതിൽ പറയുന്നത് ഈ ഏരിയയിലൊക്കെ താമസിക്കുന്ന എമറാട്ടികളാണെന്ന് പറയുന്നത്. ഭയങ്കര എക്സ്പെൻസീവ് ഏരിയ ആണ്. നമ്മുടെ മലയാളികളൊക്കെ താമസിക്കുന്നത് കുറച്ചുകൂടി അങ്ങോട്ട് നീങ്ങി ഡൗൺ ടൗണിലാണ്.
ഇവിടെ കൂടുതലും ഇവിടുത്തെ റെസിഡൻസാണ്, ഇവിടുത്തെ സിറ്റിസൻസാണ് താമസിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് അവർക്ക് എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവർക്ക് പൈസയും ജോലിയും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. വീടിൻ്റെ സ്ഥലവും അത് വെക്കാനുള്ള പൈസയും ഒക്കെ കിടക്കുന്നത് ഗവൺമെൻറ്റാണെന്ന് അവൻ പറഞ്ഞു. പറഞ്ഞ സാധനം കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. നോക്കട്ടെ, ഗൂഗിൾ മാപ്പ് വെച്ച് നോക്കാം. അങ്ങകലെ എനിക്ക് മിറാക്കിൾ ഗാർഡൻ കാണാം. ചൂടൊക്കെ നവംബറിൽ മാനേജബിൾ ആണെങ്കിലും നമ്മൾ 3 കാര്യം കൃത്യമായിട്ട് കൊണ്ടുവന്നിരിക്കണം. 1 വാട്ടർ ബോട്ടിലാണ്, 2 ക്യാപ്പ്, 3 സൺഗ്ലാസ്. ഇതുണ്ടെങ്കിൽ നമുക്ക് ഈ വെതർ ഈസി ആയിട്ട് മാനേജ് ചെയ്യാം. ഞാൻ ആരും ഇങ്ങനെ അംബ്രല്ലയൊന്നും ചൂടി കിടക്കുന്ന ആൾക്കാരെ ഇവിടെ കണ്ടില്ല. അതിനുള്ള ചൂടുണ്ടെന്ന് പറയാനും പറ്റില്ല. പക്ഷേ അത്യാവശ്യം വെയിലുണ്ട്. നമ്മൾ ക്യാപ്പ് ഉണ്ടെങ്കിലും സൺഗ്ലാസ് ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അങ്ങകലെ കാണുന്ന ആ സാധനമാണ് മിറാക്കിൾ ഗാർഡൻ. أمشي في حارة ضيقة ريحة قهوة صوت أذن عيني عالجيب الفاضي قلبي شايل مليون بيان ضحكي جار فوق السطح صرخة طفل تحت البلكون كل حلمي فوق الورق بس الورق ضاع في الهون قلب الرمل ما يثبت شي كل خطوة تسيب لها أثر يوعدون خلاص ما فيش لسه في ظهر الليل قمر قلب الرمل ما ينساش كل وجع محفور في الجدار بس انا راجع مش مكسور راجع اكتب اسمي في النهار يا ليل ازاز محلات بيعاكسني شفت ازاي كنت صغير كنت احلف ما تغيرش دلوقتي حارب كل عيل صوت امي جوه وداني خلي ربك دايما فوق كل ما الدنيا تعلى عليا افتكر كلمة اطلع فوق قلب الرمل ما يثبت شي كل خطوة تسيب لها اثر اوعى تقول خلاص ما فيش لسه في ظهر الليل قمر قلب الرمل ما ينساش كل وجع محفوظ. മിറാക്കിൾ ഗാർഡൻ മിറാക്കിളാണെന്ന് ചോദിച്ചാൽ മിറാക്കിളാണ്. ഇതുപോലത്തെ ഒരു ഗാർഡൻ ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. ഇത് കംപ്ലീറ്റ്ലി എന്താ പറയുക, ഹാങ്ങിങ് ബാസ്ക്കറ്റ്സും എല്ലാം ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തേക്കാണ്. എല്ലാം ക്രിയേറ്റ് ചെയ്തതിൽ അവർ ഫ്ലേവർ ചെയ്ത് അതിൻ്റെ പ്രത്യേക ഡിസൈൻ ആക്കി എടുത്തേക്കാണ്. അവിടെ എന്താ പറയുക പല ഷേപ്പിലുള്ള ഡിസൈൻസ് ഉണ്ട്, കൊട്ടാരങ്ങളുണ്ട്, പിന്നെ അതുപോലെ ഹാങ്ങിങ് ബാസ്ക്കറ്റ് ഒരുപോലെ ഉണ്ട്, ടെൻ്റ് ഉണ്ട്, പിന്നെ ഒരുപാട് ചെടികൾ താഴെയും പിടിപ്പിച്ചിട്ടുണ്ടോ. ഏറ്റവും കൂടുതൽ ഇവിടെ കാണാൻ പറ്റുന്ന സാധനം എന്ന് പറഞ്ഞാൽ പെറ്റൂണിയാണ്. പെറ്റൂണിയ എന്ന് പറഞ്ഞ ഫ്ലേവർ നിങ്ങൾ യൂറോപ്പിൽ ട്രാവൽ ചെയ്തതിന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ ഹാങ്ങിങ് ബാസ്ക്കറ്റിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന സാധനമാണ്. പറഞ്ഞു കഴിഞ്ഞാൽ അതെ ഈ സാധനം. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് അങ്ങ് ഉണ്ടാവും, തഴച്ച് വളരും. സമ്മർ നല്ല ചൂടുള്ള സമയത്ത് അതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അത് സ്മെല്ലൊന്നുമില്ല, പക്ഷേ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പെറ്റൂണി മാത്രമല്ല കേട്ടോ, ഇവിടെ വേറെ ഒരുപാട് ചെടികളുണ്ട്, ഒരുപാട് പൂക്കളുമുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് കണ്ടിരിക്കേണ്ട സാധനം തന്നെയാണ്. എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് പൂക്കൾ കൊണ്ട് നിർമ്മിച്ചത്. ഓക്കെ, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? قلب الرمل ما يثبت شي كل خطوة تسيب لها أثر اوعى تقول خلاص ما فيش لسه في ظهر الليل قمر قلب الرمل ما ينساش كل وجع محفور في الجدار بس أنا راجع مش مكسور راجع أكتب اسمي في النهار يا ليل. എന്തായാലും നമ്മൾ ഗാർഡൻ ചുറ്റി കാണാൻ, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ നോൾ കാർഡിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയാം. ഇത് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടിന് വേണ്ടി ഉപയോഗിക്കുന്നൊരു കാർഡാണ്. ഈ കാർഡ് നമുക്ക് എല്ലാ മെട്രോ സ്റ്റേഷനിലും വാങ്ങിക്കാൻ പറ്റും. അതിൽ നമുക്ക് പൈസ ടോപ്പപ്പ് ചെയ്യാം. എന്നിട്ട് എവറി ടൈം നമ്മളിപ്പോൾ മെട്രോ ആണോ, ഇപ്പോൾ ട്രാം ആണോ, ബസ്സാണോ, ഏതിൽ ട്രാവൽ ചെയ്താലും നമ്മളവിടെ ടാപ്പ് ചെയ്യുക, എക്സിറ്റിലും ടാപ്പ് ചെയ്യുക. അപ്പോൾ പൈസ അതിൽ നിന്ന് റെഡ്യൂസ് ആയിക്കൊണ്ടിരിക്കും. ഈ കാർഡ് ശരിക്കും 3 തരമുണ്ട്. ഒന്ന് റെഡ് ഉണ്ട്, പിന്നെ സിൽവർ, ഈ ടൈപ്പ് നമ്മൾ എടുത്തേക്കുന്നത്. പിന്നെ ഉള്ളത് ഗോൾഡാണ്. റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഡേ ഒരു ട്രിപ്പിന് വേണ്ടി മാത്രമുള്ളതാണ്. സിൽവർ എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ ടോപ്പ് ചെയ്യാൻ എത്ര പ്രാവശ്യം വേണ്ടി ട്രാവൽ ചെയ്യാം. ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇച്ചിരി അപ്ഗ്രേഡഡാണ്. അതിൽ
നമുക്ക് സീറ്റുകളൊക്കെ സ്പെഷ്യലായിരിക്കും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൽ എല്ലാ എല്ലാ ട്രാമിലും എല്ലാ മെട്രോയിലും ഈ ഗോൾഡിൻ്റെ ആയ സെപ്പറേറ്റായ ഒരു കമ്പാർട്ട്മെൻറ്റ് തന്നെയുണ്ട്. അപ്പോൾ അവിടെ കയറി ഇരിക്കരുത്, നമുക്ക് ഫൈൻ കിട്ടും. അതുപോലെ തന്നെ ലേഡീസിന് സെപ്പറേറ്റ് കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്, അവിടെ കയറി ഇരുന്നാൽ നമുക്ക് ഫൈൻ കിട്ടും. ഞങ്ങൾ ആദ്യത്തെ ദിവസം കയറി ഇരുന്നാൽ, പക്ഷേ ഒരാൾ പറഞ്ഞു തന്നു, ഞങ്ങൾ ഇറങ്ങിപ്പോന്നു. പിന്നെ ഇപ്പം നമ്മുടെ യാത്ര കഴിഞ്ഞു, അവസാനത്തെ ദിവസം നമുക്ക് ഇതിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്യണമെങ്കിൽ ഇത് 100 AED താഴെയാണെങ്കിൽ അവർ പൈസ നമുക്ക് റിട്ടേൺ തരും. പിന്നെ ഒരിക്കലും നമ്മൾ ടാപ്പ് ചെയ്യാൻ മറക്കരുതെന്ന് പറയാൻ കാരണം ഇതിൽ ചെക്കിങ്ങിന് വേണ്ടി ആൾക്കാർ വരും. ചെക്കിങ്ങിന് വേണ്ടി ആൾക്കാർ ഞങ്ങൾ വന്നപ്പോൾ വന്നായിരുന്നു. അപ്പോൾ അത് നമ്മൾ ടാപ്പ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഫൈൻ കിട്ടും. പിന്നെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ആൾക്കാരുടെ മുഖത്തേക്ക് ഡയറക്റ്റ് ഫേസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ആൾക്കാർക്ക് അത് ഇഷ്ടാവില്ല. അതുകൊണ്ട് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ വരുന്ന സമയത്ത് ഞാൻ ഇവിടുത്തെ ഡ്രസ് കോഡിൻ്റെ കാര്യങ്ങളൊക്കെ വായിച്ചായിരുന്നു. ഇവിടെ ഷോർട്സ് ഒന്നും വെയർ ചെയ്യാൻ പറ്റില്ല, നമ്മൾ ലോങ് സ്ലീവും ലോങ് ആയിട്ടുള്ള ട്രൗസേഴ്സൊക്കെ ഉപയോഗിക്കണമെന്ന് പറയുമായിരുന്നു. ഷോർട്സ് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഇവിടെ വന്നപ്പോൾ അങ്ങനെയൊന്നുമല്ല. ഒട്ടുമിക്ക ആൾക്കാരും ഷോർട്സാണ് ഉപയോഗിക്കുന്നത്. ലേഡീസ് വരെ ഷോർട്സാണ് ഉപയോഗിക്കുന്നത്. ഇത് ഒരു വളരെ ലിബറലായ ഒരു കൺട്രിയാണ്. നടന്ന് തളർന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ ഇരുന്ന് സംസാരിക്കുന്നത്. പിന്നെ ദുബായിൽ ഭക്ഷണത്തിന് വേണ്ടി നമുക്ക് അധികം ബുദ്ധിമുട്ടേണ്ടി വരില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മലയാളി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. നമ്മളെവിടെ പോയാലും മലയാളി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, വലിയ അട്രാക്ഷൻസ് അടുത്ത് ഫുഡ് കഴിക്കാതിരിക്കുക. കുറച്ച് നീങ്ങി കഴിയുമ്പോഴേക്കും നമുക്ക് മലയാളി റെസ്റ്റോറൻറ്റ്സ് കാണാൻ പറ്റും. ഞങ്ങൾക്കിവിടെ മറീനയിൽ വെച്ച് പൊറോട്ടയും ബീഫൊക്കെ കിട്ടിയായിരുന്നു. പിന്നെ ഒരു സ്ഥലത്ത് പോയി മന്തി കഴിച്ചു. പിന്നെ കെബാബും കാര്യങ്ങളും, അതായത് ടർക്കിഷ് ഷോപ്പുകൾ ഒരുപാടുണ്ട്. വേറൊരു ഈസി മാർഗം എന്ന് പറയുന്നത് ഇവിടുത്തെ മാളുകളിൽ ഫുഡ് കോർട്ടുകളുണ്ട്. അവിടെ ടർക്കിഷ് റെസ്റ്റോറൻറ്റ്സും ഒരുപാട് സാധനങ്ങളുണ്ടാകും. നമുക്ക് വളരെ ചീപ്പായ റേറ്റിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും. ഞങ്ങൾ താമസിച്ചത് ഒരു ഹോസ്റ്റലായിരുന്നു. ഹോസ്റ്റലിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ ഹോസ്റ്റലും യൂറോപ്പിലെ ഹോസ്റ്റലൊക്കെ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. യൂറോപ്പിലെ ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ഹോസ്റ്റൽ സെറ്റപ്പാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആൾക്കാർ വലിയ ബിൽഡിങ്ങുകളിൽ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കും, എന്നിട്ട് അത് ചെറിയ റൂമുകളാക്കും, എന്നിട്ട് ഹോസ്റ്റലെന്ന് പറഞ്ഞ് റെൻറ്റിന് കൊടുക്കും. അങ്ങനെയാണ് കൂടുതലും ചെയ്യുക. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് റേറ്റിന് നമുക്കവിടെ താമസിക്കാൻ പറ്റും. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിൽ നമുക്കധികം പൈസ ചിലവാവില്ല. പിന്നെ വൈകുന്നേരത്തെ ഡിന്നറിൻ്റെ കാര്യത്തിൽ നമുക്ക് പൈസ ചിലവാവില്ല. നമുക്ക് കുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യാം. എന്തെങ്കിലും നൂഡിൽസോ എന്തെങ്കിലും ബട്ടറും ബ്രെഡും ഓംലേറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ദുബായിൽ നമുക്ക് ഒരുപാട് പൈസ ഇല്ലാണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരുപാട് ഏരിയകളുണ്ട്. കരാമയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ റേറ്റുകളൊന്നുമില്ല. മലയാള റെസ്റ്റോറൻറ്റ്സ് ഇഷ്ടംപോലെയുണ്ട്. പിന്നെ ഈ കെബാബിനും ഷവർമ്മയ്ക്കും ഒന്നും വലിയ റേറ്റുകളൊന്നുമില്ല, നമുക്ക് അഫോർഡബിളാണ്. കടലിലെ കാഴ്ചകളൊക്കെ വൈൻഡപ്പ് ചെയ്തിട്ട് പോകാനുള്ള സമയമായി. ഇനി പോകാൻ ഉദ്ദേശിക്കുന്നത് മ്യൂസിയം ഓഫ് ഫ്യൂച്ചറാണ്. അത് ഇവിടുന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു 1 മണിക്കൂർ അതോ അരമണിക്കൂറോ 1 മണിക്കൂറിനടുത്ത് യാത്ര ഉണ്ടെന്ന് തോന്നുന്നു. ബസ്സിന് പോകണം. ازاز محلات بيعاكسني شفت ازاي كنت صغير كنت احلف ما تغيرش دلوقتي حارب كل عين صوت امي جوه وداني خلي ربك دايما فوق كل ما الدنيا تعلى عليا افتكر كلمه اطلع فوق. ഇവിടുന്ന് ഇനി ബസ് എടുത്ത് നേരെ മാൾ ഓഫ് ഫേമേഴ്സിൽ ചെന്ന് ഇറങ്ങണം. എന്നിട്ട് അവിടുന്ന് മെട്രോ എടുത്ത് മ്യൂസിയം ഓഫ് ഫ്യൂച്ചറിലേക്ക് പോകണം. لسه في ظهر الليل قمر قلب الرمل ما ينساش كل وجع محفور في الجدار بس انا راجع مش مكسور راجع اكتب اسمي في النار. ഞാനിപ്പോൾ എമറേറ്റ്സ് ടവർ മെട്രോ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് 4 മിനിറ്റ് മ്യൂസിയം ഓഫ് ഫ്യൂച്ചറിലേക്ക് ഉള്ളൂ. ഈ എഴുതി വെച്ചിരിക്കുന്ന കാര്യമുണ്ടല്ലോ, അത് സത്യമാണ്. മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബിൽഡിംഗ് ഓൺ ദ എർത്ത്. അത് പുറത്തു നിന്ന് നോക്കുമ്പോഴായാലും അകത്തു നിന്ന് നോക്കുമ്പോഴായാലും അടിപൊളി ബിൽഡിങ്ങാണ്. മ്യൂസിയം ഓഫ് ഫ്യൂച്ചറിൽ എപ്പോഴും നല്ല തിരക്കുണ്ട്. അതുകൊണ്ട് ടിക്കറ്റൊക്കെ നേരത്തെ ബുക്ക് ചെയ്ത് പോകുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ക്യൂവിൽ നിന്ന് നമ്മൾ ആവശ്യമാവും. ഈ പുറകിൽ കാണുന്ന സാധനമാണ് മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ. അതായത് നമ്മുടെ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഞാൻ കയറിയില്ല, കയറാൻ പോകണേ ഉള്ളൂ. അടിപൊളിയാണ് നമ്മൾ പറഞ്ഞു കേട്ടത്.
أمشي في حارة ضيقة، ريحة قهوة صوت أذان، عيني عالجيب الفاضي، قلبي شايل مليون بيان، ضحك جار فوق السطح، صرخة طفل تحت البلكون، كل حلمي فوق الورق، بس الورق ضاع في الهون. قلب الرمل ما يثبت شي، كل خطوة تسيب له أثر، اوعى تقول خلاص ما فيش، لسه في ظهر الليل قمر. قلب الرمل ما ينساش، كل وجع محفور في الجدار، بس انا راجع مش مكسور، راجع اكتب اسمي في النهار. يا ليل ازاز محلات بيعكسني، شفتي ازاي كنت صغير، كنت احلف ما تغيرش، دلوقتي حارب كل عيب، صوت امي جوه وداني، خلي ربك دايما فوق، كل ما الدنيا تعلى عليا افتكر كلمة تطلع فوق. I don't speak Malayalam, but I can help with several other languages. ഇൻട്രസ്റ്റിംഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ഇൻട്രസ്റ്റിംഗ് ഒന്നുമല്ല. കാര്യം ഇത് 2015 ബിൽഡ് ചെയ്തപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സംഭവമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒട്ടുമിക്ക സംഭവങ്ങളും ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഏരിയൽ ടാക്സി ഒരു 4 കൊല്ലത്തിന് വരും, നമ്മളതിനെക്കുറിച്ച് ഒരുപാട് ന്യൂസ് കേട്ടിട്ടുണ്ട്. പിന്നെ റോബോട്ടും കാര്യങ്ങളൊക്കെ ഓൾറെഡി ചൈനയിലൊക്കെ വന്നു കഴിഞ്ഞു. ചുമ്മാ കയറി കാണാം എന്നല്ലാണ്ട് ഈ പറയുന്ന ഹൈപ്പൊന്നും ഈ സംഭവത്തിനില്ല. പക്ഷേ ബിൽഡിങ് അടിപൊളിയാണ്, അവരുടെ കൺസ്ട്രക്ഷൻ അടിപൊളിയാണ്. നമുക്ക് അതിൻ്റെ ബാൽക്കണിയിലൊന്ന് കയറാൻ പറ്റും. ബാൽക്കണി കയറുന്നത് നല്ല അടിപൊളി വ്യൂ കിട്ടും. പിന്നെ ആ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റും. അതല്ലാതെ അതിൽ കൂടുതൽ വലിയ സംഭവങ്ങളൊന്നുമില്ല. ഇനി ഞങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ സ്റ്റേയുടെ സ്ഥലത്ത് ചെല്ലുക, അത് മുമ്പ് ഫുഡ് കഴിക്കുക, സ്റ്റേയുടെ സ്ഥലത്ത് ചെല്ലുക, ലഗേജ് കളക്ട് ചെയ്യുക, മെട്രോ എടുത്ത് നേരെ എയർപോർട്ടിൽ പോവുക, തിരിച്ച് നാട്ടിലേക്ക്. Feet on red dust, palms in the sky, sweat on my neck, heart double time. Coconut leaves shiver and shake, truck horns argue down the lane, my pulse racing with the rain, storm in my chest, can you hear my name? Kerala drum beats fast, faster than my breath can. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി. ഇപ്പോൾ മെട്രോയിലാണ് വന്നത്. ഈവനിങ് ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. നിങ്ങൾക്ക് നേരത്തെ വരാൻ പറ്റുമെങ്കിൽ നേരത്തെ വരിക. ഈ സമയത്തൊക്കെ നല്ല തിരക്കാണ്. പിന്നെ നോൺ കാർഡ് ഞങ്ങൾ കൗണ്ടറിൽ കൊണ്ടുപോയി റിട്ടേൺ ചെയ്തു. പൈസ ഒരു 5 ദിർഹം അവർ കുറച്ചിട്ട് ബാക്കിയുള്ളത് നമുക്ക് പൈസ തന്നു. പക്ഷേ കാർഡ് എക്സ്പയർ ആയപ്പോൾ ശരിക്കും കാർഡിന് വാലിഡിറ്റി 5 വർഷമുണ്ട്. നമ്മൾ റീഫണ്ട് എടുക്കുകയാണെങ്കിൽ 5 വർഷം വാലിഡിറ്റി ഉണ്ടാവില്ല, അപ്പോൾ തന്നെ ക്യാൻസൽ ആവും. നിങ്ങൾ ഇത് ബാക്കി വീണ്ടും തിരിച്ചു വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ആക്കണ്ട, പൈസ തന്നെ കിടന്നോട്ടെ, അല്ലെങ്കിൽ പൈസ റിട്ടേൺ എടുക്കാനുള്ള ഓപ്ഷനുണ്ട്. Kerala drum